ഈ മങ്കടയെ ഉയർത്തിക്കൊണ്ടുവരാന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കും. ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാവും, ജനങ്ങളെ കൂട്ടിയാവും ആ മാസ്റ്റർ പ്ലാൻ. മങ്കടയുടെ LDFന്റെ സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദിനോടൊപ്പമാണ് നമ്മളുള്ളത്. മങ്കടക്കാർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. UDF പറയുന്നത് UDFന്റെ ഉറച്ച ഒരു കോട്ടയാണ്. LDF പറയുന്നത് വലിയ ഭൂരിപക്ഷത്തിനൊന്നും കിട്ടാറില്ലാത്ത ഒരു സംഭവമാണ്. വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടുമെന്ന് പറയുന്നു. മങ്കടയിലെ ആളുകൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഫ്യൂച്ചർ മങ്കടയ്ക്ക് വേണ്ടി താങ്കൾ LDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ആശയം? ഈ മങ്കടയെ ഉയർത്തിക്കൊണ്ടുവരാന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കും. ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാവും, ജനങ്ങളെ കൂട്ടിയാവും ആ മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാനിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാം. ഒന്ന്, വൈലോങ്ങര കൊരടമ്പാലം ബൈപ്പാസ് പൂർത്തീകരിക്കും. അതന്ന് നമ്മളൊരു നിർദ്ദേശമായിരുന്നു ടി അഹമ്മദ് കബീറുള്ള സമയത്ത്. ഇനി പൂർത്തീകരിക്കേണ്ടത് കൊരടമ്പാലം മാനത്തമംഗലം ബൈപ്പാസാണ്. അത് LDFന്റെ ഉന്നത ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അത് വീണ്ടും LDF അധികാരത്തിൽ വരികയാണെങ്കിൽ, MLA LDFന്റെ ആണെങ്കിൽ അതൊരു വർഷം കൊണ്ട് പൂർത്തീകരിച്ച് തരാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇവിടുത്തെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തിരുവനന്തപുരത്ത് പോയി മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം കൊടുക്കുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ UDF ആയാലും പൊതുജനങ്ങളായാലും പലരും പറഞ്ഞൊരു കാര്യമാണ്, ഈ 10 വർഷം ഉണ്ടായിട്ടും ഇവര് തിരുവനന്തപുരത്ത് പോയി നിവേദനങ്ങൾ കൊടുത്തിട്ടും ഇത് അന്ന് തുടങ്ങിയതിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ലല്ലോ എന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട്. അതിനൊരു ഉത്തരം കൂടി വേണമല്ലോ. അത് ഒരു മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ആ കാര്യത്തില് MLA ആണ് മുൻകൈ എടുക്കേണ്ടത്. MLA മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബൈപ്പാസ് വരുമായിരുന്നു. കാരണം ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അത് എല്ലാ പ്രതിസന്ധിയും തീർത്തുകൊണ്ട് അന്ന് MLA അതിനെതിരായിരുന്നു. അന്നത്തെ മങ്കടന്റെ MLA ടി അഹമ്മദ് കബീറും ഇബ്രാഹിം കുഞ്ഞും പ്രത്യേകം താല്പര്യം എടുത്തിട്ടാണ് അന്ന് ഇവിടുന്ന് ഒരടമ്പാലത്തുനിന്ന് മാനത്തമംഗലം വരെ അതിൻ്റെ കുറ്റിയടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. 12 വീടുകൾ അന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് യഥാർത്ഥ സർവേയിൽ 3 വീടുകൾ മാത്രമാണ് പോയിരുന്നത്. അത് കണ്ടുപിടിച്ച് കുറ്റിയടിച്ചപ്പോൾ അവസാന സമയത്ത് അതിനൊരു പ്രശ്നം വന്ന് വീണ്ടും അത് തടസ്സപ്പെടുന്ന ചില ആളുകളുടെ താല്പര്യമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ LDF അധികാരത്തിൽ വരികയും നിങ്ങൾ ഇവിടുന്ന് ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തീർക്കും എന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് അവരുടെ നേതാക്കന്മാർ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്കത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി LDFനെ പിന്തുണയുള്ള ആള് എന്നുള്ളത് ഞങ്ങൾ അതിന് ഊന്നൽ നൽകി 1 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ നടക്കും. അത് മാത്രം പോരാ. മങ്കടക്ക് ഒരു പക്ഷേ വേറെയും ബൈപ്പാസുകൾ വേണം. മനസ്സിലായില്ലേ? ആ ബൈപ്പാസുകൾ കൊണ്ട് ശ്രമം ഉണ്ടെങ്കിലേ ഉള്ളൂ ജനങ്ങളുടെ ഈ ഹൈവേയിലുള്ള ഗതാഗത കുരുക്ക് പരിപൂർണമായും മാറുകയുള്ളൂ. അങ്ങനെ ഏതെങ്കിലും താങ്കളുടെ മനസ്സിലുണ്ടോ ഈ മങ്കടയുടെ ഗതാഗത കുരുക്ക്? രാമപുരം വേണ്ടി വരും, അക്കരപ്പറമ്പ് വേണ്ടി വരും, ഉണ്ടെങ്കിലേ ഉള്ളൂ. അതല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞാൽ അങ്ങനെപ്പുറം കഴിഞ്ഞാൽ രാമപുരം അക്കരപ്പറമ്പും അതേ സ്ഥിതിവിശേഷം. അതുകൊണ്ടാണ് മങ്കടയിലുണ്ട് തിരക്ക്. മങ്കടയിലുണ്ട്, അതും കാണേണ്ടതുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാൻ, ഒരു 5 വർഷത്തേക്കുള്ളതല്ല. മങ്കടക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ നമ്മൾക്ക് ഫുട്ബോൾ അക്കാഡമി ഈ യുവാക്കൾക്ക് അനിവാര്യമാണ്. മങ്കട കേന്ദ്രീകരിച്ച് ഒരു ഫുട്ബോൾ അക്കാഡമി തുടങ്ങണം, എല്ലാ ക്ലബ്ബുകളിൽ കേന്ദ്രീകരിച്ച്. അതൊരു പ്ലാനിങ് ആണ്. അതും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് കായിക മേഖലയ്ക്ക് പുത്തനുണർവ് വരും. പിന്നെ രണ്ടാമത്, ഗവൺമെന്റ് കോളേജ് ഇവിടെ അന്ന് കൊണ്ടുവന്ന കോഴ്സുകളും മറ്റുള്ള കാര്യങ്ങളുമാണ് ഉള്ളത്. ചില ഇവിടെയുള്ള കോളേജുകളുടെ ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് കോളേജ് തയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം അതിനെ ഉയർത്തിക്കൊണ്ടുവരും. അതിനുള്ള നടപടി പൂർണ്ണമായി സ്വീകരിക്കും. വേറെന്തൊക്കെ ആശയങ്ങളാണ് താങ്കൾക്ക്? പല ആശയങ്ങളും ഉണ്ട്. അതിന് പിന്നെ ഇവിടെ അതിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മങ്കടക്കാർക്ക് പ്രതീക്ഷിക്കാം. അതായത് കുന്നത്ത് മുഹമ്മദ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, വളരെ പ്രസക്തമാണ്. ബൈപ്പാസിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് 1 വർഷം കൊണ്ട് ഇക്കാര്യത്തിലൊക്കെ നടപടി പൂർത്തീകരണമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. അദ്ദേഹം ജയിക്കുകയും LDF വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്യണം. അതുകൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ, കായിക മേഖലയിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ആശയങ്ങളുണ്ട്. ഏതായാലും
ജനങ്ങളാണ് ഇത് ആരാണ് വരേണ്ടത്, ആരെയാണ് ജയിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ജനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടതും. അപ്പൊ താങ്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ താങ്കൾ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് താങ്കൾ പറയുന്നത്. ഏതായാലും ജനങ്ങൾ തീരുമാനമെടുക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. It's diamond time now. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് കാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.